തെളിവ് അവശേഷിപ്പിച്ചുകൊണ്ടുള്ള സഞ്ചാരങ്ങളാണ് ആവേശം പകരുന്നത്. ഒരു ശാസ്ത്രജ്ഞൻ വെള്ളം നിറച്ച വലിയൊരു ടാങ്കിൽ ഒരു സ്രാവിനെയും കുറേ ചെറുമത്സ്യങ്ങളെയും നിക്ഷേപിച്ചു. 1 മണിക്കൂറിനകം സ്രാവ് ചെറുമത്സ്യങ്ങളെയെല്ലാം തിന്നു. തുടർന്ന് അദ്ദേഹം ടാങ്ക് ഒരു ഫൈബർ ഗ്ലാസ് കൊണ്ട് 2ആയി തിരിച്ചു. ഇപ്പോൾ ഒരു പകുതിയിൽ സ്രാവും മറുപകുതിയിൽ ചെറുമീനുകളുമായി. സ്രാവ് ഇര പിടിക്കാനുള്ള ശ്രമം തുടർന്നു. പക്ഷേ ഗ്ലാസ്സിൽ തട്ടി പിന്നോട്ട് തെറിച്ചുപോയി. പലതവണ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ചെറുമത്സ്യങ്ങൾ പേടിയില്ലാതെ മറുഭാഗത്ത് നീങ്ങിക്കൊണ്ടിരുന്നു. ആഴ്ചകൾ നീണ്ട പരീക്ഷണത്തിൽ സ്രാവ് ക്ഷീണിതനും നിരാശനുമായി. അവസാനം ശാസ്ത്രജ്ഞൻ ഗ്ലാസ് നീക്കം ചെയ്തു. ചെറുമത്സ്യങ്ങൾ സ്രാവിനരികിലൂടെ പേടിയില്ലാതെ നീന്തിക്കളിച്ചു. സ്രാവ് അവയെ പിടിക്കാൻ ശ്രമിച്ചതുമില്ല. സ്വയം രൂപപ്പെടുത്തുന്ന വിശ്വാസങ്ങൾക്കും ചിന്തകൾക്കും അനുസരിച്ചായിരിക്കും ഓരോരുത്തരും തങ്ങളുടെ വർത്തമാനത്തിൽ വ്യാപരിക്കുന്നതും ഭാവിയെ സജ്ജമാക്കുന്നതും. എന്തും എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന ചില ഘട്ടങ്ങൾ ജീവിതത്തിലുണ്ട്. ശൈശവത്തിൽ ആഹാരം വായിൽ വെച്ചു തരും. ഒരു കാര്യം ആദ്യമായി ചെയ്യുമ്പോൾ അസാധാരണമായ പ്രോത്സാഹനം ലഭിക്കും. നമ്മൾ തോൽക്കരുതെന്ന നിർബന്ധ ബുദ്ധിയിൽ പലരും തോറ്റുതരും. പക്ഷേ അത്തരം അനുകൂലാനുഭവങ്ങളെ ജീവിതത്തിൻ്റെ പരിച്ഛേദമായി കാണുന്നതിലാണ് അപകടം. ഇര തേടിയും നിരുത്സാഹപ്പെടുത്തലിനിടയിലൂടെ നടന്നും തോൽവികളെ അംഗീകരിച്ചും മുന്നോട്ടു പോകേണ്ടി വരുന്നിടത്താണ് ഒരാളുടെ ഇച്ഛാശക്തിയും പോരാട്ടവീര്യവും വെളിവാകുന്നത്. ജേതാക്കളുടെ എല്ലാം പ്രത്യേകത തുടർച്ചയായ പരാജയങ്ങളിലൊന്നും അവരുടെ ആത്മവീര്യം നശിക്കില്ല എന്നതാണ്. തങ്ങളുടെ രക്ഷകനായി മറ്റാരെങ്കിലും അവതരിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കാറില്ല. പരാജയഭീതിയോടെ ജീവിതം തള്ളി നീക്കുന്നതിൽ അർത്ഥമില്ല. സത്തയും ശക്തിയും നശിച്ച് യുവത്വത്തിൽ തന്നെ വാർദ്ധക്യത്തെ പുൽകുന്നതിന് തുല്യമാണത്. എല്ലാ സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് അയാൾക്ക് അധികകാലം നിലനിൽക്കാനാകില്ല. നിരാശയുടെ ആൾരൂപങ്ങളായി ജീവിച്ച് ആർക്കെന്തു ഗുണം? അത് അകാല മൃത്യുവിന് സമമാണ്. ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവ് അവശേഷിപ്പിച്ചുള്ള സഞ്ചാരങ്ങളാണ് സ്വജീവിതത്തിനും അന്യജീവിതത്തിനും ആവേശം പകരുന്നത്.